Good afternoon, all. Good afternoon. Prayer പറഞ്ഞോട്ടോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൊടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയായി നീ കടന്നിരിക്കണമേ. Signing thought of the day. Signing, ma'am. Good afternoon, ma'am. Good afternoon, everyone. I warmly welcome you, respected Avarna, ma'am, and everyone who has joined Montessori class. Previous class, ma'am teaches intellectual development and area of mental development. I wish that today's class will be understood by all and be truly useful to everyone. Thank you, Miss. Thank you, everyone. Okay, 1 minute. I am sharing the document. Areas of mental development നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇനി providing a nurturing and stimulating environment at home. അതല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? അതും പറഞ്ഞിരുന്നു. ഡൗട്ട് ഉണ്ട് കേട്ടോ, നമ്മുടെ ചോദിക്കണേ മിസ് ഒന്ന്. റെക്കോർഡ് ക്ലാസ് നോക്കിയതാണ്. Providing nurturing and stimulating environment at home complete ആയോ? നെക്സ്റ്റ് റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ആണ്. ഓക്കെ, ശരിക്കും പറഞ്ഞ കുട്ടിയുടെ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈക്വൽ റോളാണ് ആർക്കുള്ളത്? പാരന്റ്സിനും ടീച്ചേഴ്സിനും ഉള്ളത്. നമ്മൾ വിചാരിക്കും നമ്മളൊരു സ്ഥാപനത്തിലേക്ക് നമ്മുടെ മക്കളെ വിട്ട് കഴിയുമ്പോൾ നമ്മുടെ റോൾ അവിടെ വെച്ച് തീർന്നു. പാരന്റ്സ് എന്ന നിലയിൽ നമ്മൾ എന്താ വിചാരിക്കും, നമ്മുടെ റോൾ അവിടെ വെച്ച് തീർന്നു. ഒരിക്കലും അങ്ങനെയല്ല. നമ്മള് പാരന്റ്സും അതേപോലെ തന്നെ ടീച്ചേഴ്സിനെയും ഒരുമിച്ചുള്ള പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് കുട്ടികളിൽ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ നിങ്ങൾ ടീച്ചേഴ്സ് ആവുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പാരന്റ്സിനെയും ഒരുമിച്ചുള്ള കോർഡിനേഷനിലാണ് നമുക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നല്ലൊരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ പാരന്റ്സിനും ടീച്ചേഴ്സിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ്. പാരന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേറ്റർ ആണ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് കുട്ടിയുടെ പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ് ആരാണ്? പാരന്റ്സ് ആണ്. അവർ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നു അതെല്ലാം തന്നെയായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി പാരന്റ്സും ടീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വാം നർച്ചറിങ് എൻവയോൺമെന്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ട ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും അതേപോലെ തന്നെ നല്ലൊരു അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആയിരിക്കും നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? കുട്ടികളുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ മോണ്ടിസോറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഓരോ മെറ്റീരിയൽസും ഓരോ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തപ്പോൾ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി തന്നെയാണ് മോണ്ടിസോറി അതൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ നോർമൽ ക്ലാസ് റൂമിൽ നിന്നും വേറൊരു ക്ലാസ് റൂം അല്ലെങ്കിൽ വേറൊരു വേൾഡിലേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും. ദെൻ അതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ട ഒരു എൻവയോൺമെന്റ് നമ്മൾ വീട്ടിലാവട്ടെ, അവർ സൊസൈറ്റിയിലാവട്ടെ,
സ്കൂളിലാവട്ടെ അവർക്ക് വേണ്ട അവർക്ക് കാര്യങ്ങൾ അക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ലിസൺ ടു ദം, നമ്മൾ അവരെ കേൾക്കാനായിട്ട് മനസ്സാണിക്കണം. ഇന്ന് ആരൊക്കെ അങ്ങനെ കുട്ടികൾ പറയുന്നത് കേൾക്കാനായിട്ട് സമയം കണ്ടെത്താറുണ്ട്? അവര് മേബി അവര് എന്തെങ്കിലുമൊക്കെ വർത്താനം പറയും. ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും. അപ്പോ ലിസൺ ടു ദം, നമ്മൾ അവരോട് സംസാരിക്കുക, അവർ പറയുന്നത് കേൾക്കുക. ഹാവ് എ ഡയലോഗ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻസ്ട്രക്ടിങ് ടു ഡു ഓർ ഡോണ്ട്. നമ്മള് അത് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോ അവർക്കത് ഒരു എന്താ പറയാ, അങ്ങനെ പറയുമ്പോ അവർക്കൊരു ഡിഫിക്കൽട്ടി ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ. നമ്മൾ അവരോട് ചെയ്യാൻ പറയുമ്പോ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ, നമുക്കൊന്ന് ഇത് ചെയ്ത് നോക്കിയാലോ, ബുക്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്താലോ, നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് അവരെയും കൂടി ഇത് അതേപോലെ തന്നെ ഡോൺസിന്റെ കേസിലാണെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കണം. എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ വാണിംഗ് അല്ല കൊടുക്കേണ്ടത്. ജസ്റ്റ് അവരോട് കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്താണ് അതുകൊണ്ട് പാടില്ലാത്തത്, എന്തുകൊണ്ടാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ ഫീലിങ്സ് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ എല്ലാപ്പോഴും പാരന്റ്സ് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും അവിടെ ഹസ്ബൻഡ് വൈഫോ അല്ലെങ്കിൽ അമ്മയച്ഛനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും അമ്മിന്റെ. ഇപ്പൊ അച്ഛന് മോളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര കെയറിങ് ഒക്കെ ആയിരിക്കും. പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അച്ഛൻ ചൂടായി, കുട്ടീനോട് പെട്ടെന്ന് ചൂടായി. അപ്പൊ കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇത്രയും നാൾ ഭയങ്കര കമ്പനി ആയിട്ടിരിക്കുന്ന അച്ഛനാണ്, പെട്ടെന്ന് ചൂടാകുമ്പോൾ അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ എല്ലാ ഫീലിങ്സും ഭയങ്കര സെൻസിറ്റീവ് ആണ്. സോ നമ്മൾ ആ ഒരു കെയറോട് കൂടി വേണം നമ്മൾ കുട്ടികളോട് എന്ത് ചെയ്യാനായിട്ട്, പെരുമാറാനായിട്ട്. നമ്മള് പഠിപ്പിക്കാനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ഒത്തിരി കുട്ടികളുണ്ടെങ്കിൽ അവരുടെ മുമ്പിലൊക്കെ വെച്ചൊരു കുട്ടിയെ ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് വഴക്ക് പറയുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം അവരുടെ ഫീലിംഗ് ഭയങ്കര വിഷമായിരിക്കും. അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്റെ ടീച്ചർ വഴക്ക് പറഞ്ഞു, ഇനി ഞാൻ ആ ടീച്ചറുടെ ക്ലാസ്സിൽ പഠിക്കില്ല, ആ ടീച്ചറുടെ സബ്ജക്ട് ഞാൻ പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞാളെ. അപ്പൊ നമ്മുടെ കുട്ടികളുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആണ്. സോ നമ്മൾ അവരുടെ ഫീലിങ്സിന് കുറച്ചും കൂടി കൺസിഡറേഷൻ കൊടുക്കണം, കുറച്ചും കൂടി എന്ത് കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ അവരോട് ഹാൻഡിൽ ചെയ്യാനായിട്ട്. നമ്മളുടെ കുട്ടികളുടെയും ആവാം, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഫീലിങ്സിന് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. To set expectation according to the age and the individual ability. ഏജ് അനുസരിച്ച് കുട്ടികൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അവർ ഇന്ന സമയത്ത് മെച്ചുവേർഡ് ആവും, ഇന്ന സമയത്ത് ഈ ഒരു എന്താ പറയാ ഇന്ന പോലെ പെരുമാറും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ചില കുട്ടികളിൽ കേട്ടോ, എല്ലാവരും സെയിം ഏജിൽ മെച്ചുവേർഡ് ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു 8ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്കും പെൺകുട്ടികൾ, ചിലർ 9ാം ക്ലാസ് ഒക്കെ ആയി കഴിയുമ്പോഴേക്കും പെൺകുട്ടികൾ കുറച്ചും കൂടി മെച്ചുവേർഡ് ആവും. പക്ഷെ ആൺകുട്ടികൾ മെച്ചുവേർഡ് എത്ര ഉണ്ടെങ്കിൽ +1 +2 ഒക്കെ കഴിയണം. അപ്പോ ആ ഡിഫറൻസ്, അത് ആ ഒരു ഏജിനനുസരിച്ച് ആ മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷൻ, അവരുടെ ഇൻഡിവിജ്വൽ എബിലിറ്റി അക്യൂർ ചെയ്യും. അവോയ്ഡ് ഷോയിങ് ഫേവറിറ്റിസം എമംഗ്സ്റ്റ് ദം. നമ്മള് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യമാണ് കുട്ടികളുടെ ഫേവറിറ്റിസം കാണിക്കരുത്. ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരുപാട് മോശമായിട്ട് പഠിക്കുന്ന കുട്ടികളെ അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് ഈക്വലിയാണ് നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളും എങ്ങനെയാണ്, തുല്യരാണ്. നമുക്ക് ഡിഫറൻസേ ഇല്ല. അല്ലെങ്കിൽ ചില ടീച്ചർമാരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ടീച്ചർമാർക്ക് ആൺകുട്ടികളെ ഭയങ്കര ഇഷ്ടം, നമ്മൾ ഇഷ്ടേ അല്ല. അല്ലെങ്കിൽ ചിലർ പറയാം, ആൺകുട്ടികൾ പറയാറുണ്ട് ടീച്ചർക്ക് പെൺകുട്ടികളെ ഇഷ്ടം, പെൺകുട്ടികളെ ഇഷ്ടം, ഞങ്ങൾ പറയണൊന്നും വിശ്വസിക്കില്ല. അങ്ങനെ ഫേവറിറ്റിസം കാണിക്കാതിരിക്കുക. അവോയ്ഡ് ഷോയിങ് ദ ഫേവറിറ്റിസം. അവോയ്ഡ് കമ്പാരിസൺ വിത്ത് അതർ ചിൽഡ്രൻ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം കുട്ടികളുടെ ഫീലിങ്സ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പാരിസൺ മാക്സിമം അവോയ്ഡ് ചെയ്യാം. നമ്മള് ഫാമിലിയിലാവട്ടെ, അതേപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ തമ്മിലും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഇൻഡിവിജ്വലി എല്ലാ കുട്ടികളും എന്താണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ള കുട്ടികളാണ് നമ്മൾ കാണുന്നത്. എല്ലാ കുട്ടികളും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവരുടെ എബിലിറ്റി, സ്കിൽസ്, നോളജ് എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നെ നമ്മൾ എന്തിനാ അവരെ കമ്പയർ ചെയ്യണത്? നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യാം. അവരെ എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സർവേ തന്നിട്ടുണ്ടോ മിസ് ടീച്ചർ? പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്നില്ല. സർവേ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല. ഓക്കെ, അപ്പൊ അത് തരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, സാമ്പിൾസ് കളക്ട് ചെയ്യാനായിട്ട് പോകും. കുറച്ച് വീടുകളിൽ ഈ ഒരു 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികളുള്ള വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യും, സാമ്പിൾസ് കളക്ട് ചെയ്യാൻ പോകും. അപ്പൊ നിങ്ങളൊന്ന് നോക്കണം, കമ്പാരിസൺ അവർ ചെയ്യുന്നുണ്ടോ, അവരുടെ മക്കളെ മറ്റു കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടോ,
എന്നൊക്കെ നമുക്ക് അതിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. കമ്പാരിസൺ ഉള്ള ഫാമിലീസ് ഇന്നും ഉണ്ട്. ഇന്നും ഈ കമ്പാരിസൺ കണ്ടിന്യൂ ചെയ്യുന്ന ഫാമിലീസ് നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. എന്താണോ എന്റെ മോള് എന്ത് മാർക്കിന്റെ കാര്യത്തിലാവാം, മിക്ക കാര്യത്തിലും എന്തുണ്ട്, കമ്പാരിസൺ ഉണ്ട്. ടു ഹെൽപ്പ് ദം ഇൻ അറ്റൈനിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. നമ്മൾ ടീച്ചേഴ്സും പാരന്റ്സ് ആണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി കുട്ടികളെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത്. അവർക്ക് എങ്ങനെയൊക്കെയാണ് സൊസൈറ്റി പെരുമാറുന്നത്, അതേപോലെ തന്നെ അത് നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും അവർ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് കൊടുക്കണം. അവരെ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യണം. അവർക്ക് ആ ഡയറക്ഷൻസ് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? പാരന്റ്സും ടീച്ചേഴ്സാണ്. ടു ഡെലിക്കേറ്റ് ഇൻ ബിഹേവിയർ ടുവേഴ്സ് ദം. അവരോട് മൃദുലമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പെരുമാറണം. എന്നുവെച്ചാല് അവരോട് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ ശത്രുക്കളോട് ബിഹേവ് ചെയ്യണ പോലെ ആവരുത് മക്കളോട് ബിഹേവ് ചെയ്യേണ്ടത്. നമ്മൾ നല്ല സ്നേഹമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അത് മറച്ചു വെച്ചിട്ടായിരിക്കില്ലേ നമ്മൾ കുട്ടികളോട് സംസാരിക്കണേ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, പ്രകടിപ്പിക്കുക തന്നെ വേണം. കാരണം സ്നേഹമൊക്കെ ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്, പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല. പക്ഷെ അങ്ങനെയല്ല. അത് സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് എങ്ങനെയായാലും ആ സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം. കുട്ടീനോടുള്ള സ്നേഹമാണെങ്കിൽ പ്രകടിപ്പിക്കണം. ദേഷ്യമാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ദേഷ്യവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ആളാണ്. എന്ത് ഇമോഷൻ ഉണ്ടെങ്കിലും അത് അതേപോലെ തന്നെ പ്രകടിപ്പിക്കണം എന്നുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, ഇത്രയുമാണ് ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും റോള്. ഇനി മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ ചൈൽഡ്. ആർക്കാ സെമിനാർ തന്നത്? ഓർമ്മയുണ്ടോ? സെമിനാർ തന്നിട്ടില്ലായിരുന്നല്ലേ ഞാനത്? തന്നിട്ടുണ്ടായിരുന്നു മാം, പക്ഷെ പേരറിയാൻ വയ്യ. ആരംഭ ശുഭ ആണോ അറിയാൻ വയ്യ. മഞ്ജു? അതെ, മഞ്ജു ആണോ? ക്ലാസ് ഒന്നുകൂടി പറയാൻ പറഞ്ഞിരുന്നല്ലേ? അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുത്തത് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാൻ പറഞ്ഞിരുന്നു. അതല്ല ഈ പോയിന്റ്സ് മൈൽ സ്റ്റോൺ അട്രിബ്യൂട്ടിംഗ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല കേട്ടോ. നമ്മൊന്ന് ഈ ഒരു റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഒന്ന് റീഡ് ചെയ്ത് നോക്ക് കേട്ടോ.
റീഡ് ചെയ്തോ? റീഡ് ചെയ്തോ നിങ്ങള്? ജസ്റ്റ് നമുക്ക് ഇതൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് കേട്ടോ. മൈൽസ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ ചാറ്റ്. ഏതെല്ലാം സ്റ്റേജസിലാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, ആ സമയങ്ങളിൽ അവരെങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓൾ ചിൽഡ്രൻസ് ഫോളോ സെയിം സീരീസ് ആൻഡ് പാറ്റേൺ ബട്ട് റേറ്റ് ഓഫ് ഡെവലപ്മെന്റ് മേ ബി ഡിഫറെന്റ്. കുട്ടികളിൽ കണ്ടുവരുന്ന സെയിം സീരീസ് ആയിരിക്കും, അതായത് ഏജുകൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് സെയിം സീരീസ് ആയിരിക്കും, ബട്ട് ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്, അവരുടെ ഡെവലപ്മെന്റിൽ ഡിഫറൻസും കാണാറുണ്ട്. The successive pattern in different aspects of development consists of milestone of development. അപ്പോൾ ഈ സക്സസീവ് ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ, ആ പാറ്റേണാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളിൽ സക്സസീവ് ആയിട്ട് അവരുടെ ഏജിനനുസരിച്ച് അവർക്ക് ആ ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യുകയാണെങ്കിൽ ആ ഡെവലപ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ്. മൈൽ സ്റ്റോൺ ഓഫ് ആട്രിബ്യൂട്ടിംഗ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. നമ്മൾ ഡിഫറെന്റ് സ്റ്റേജസിൽ എങ്ങനെയാണ് മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഒരു 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് കേട്ടോ. ആ ഫസ്റ്റ് മുതൽ 7th പോയിന്റ് വരെ ഒന്ന് അതിനെ റീഡ് ചെയ്യാൻ പറ്റും. ഒരു പോയിന്റ് കഴിയുമ്പോൾ നിർത്തണം കേട്ടോ. ആരില്ല? റാണി വായിക്കാം. I am 6 months old. I can sit. I love to look at interesting mobile phones on Cradle. I try to grasp things in my hands. I love to hold and shake rattle. I express myself. I love to imitate respective sounds like ba ba, by, crying, pa pa, da da da, and cooing. I smile seeing my mother. I love to play pick a bow, hide and seek. I begin to search for the objects as they move out of sight. I love to play the game hide and seek. I am ഓക്കെ മാം. അപ്പൊ 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ആ കുട്ടിക്ക് ഇരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാവും. അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് തിങ്സ്, അതേപോലെ മൊബൈൽ ഫോണൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് നോക്കിയിരിക്കും. അങ്ങനെ സ്ക്രോൾ ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. പിന്നെ അതേപോലെ അവർക്ക് കൈ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പിടിക്കാനൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ദെൻ കൈ ഇങ്ങനെ നിർത്തിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്തോണ്ടിരിക്കും, ഷെയ്ക്ക് ചെയ്തോണ്ടിരിക്കും. പിന്നെ എക്സ്പ്രസ് ഹിംസെൽഫ്, കുട്ടികളുടെ ആ രീതിയിൽ നമ്മളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെയാണ് പാപ്പ, ബൈ, പിന്നെ ക്രൈയിങ്, പാപ്പ, ഡാഡ അങ്ങനത്തെ സൗണ്ടുകൾ അവർ എന്ത് ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യും. ഇനി അമ്മയുടെ മുഖം കാണുമ്പോൾ ഒരു 6 മാസമായുള്ള കുട്ടിയാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഭയങ്കര സ്മൈലിംഗ് ആയിരിക്കും അമ്മയുടെ കാണുമ്പോൾ. അതേപോലെ കുട്ടികൾക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുട്ടിയുടെ മുമ്പിൽ നിന്ന് ആ ഒരു ഒബ്ജക്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ് ആ ഒരു ഏജിൽ അവർ വിശ്വസിക്കുന്നത്. ഹൈഡ് ചെയ്യുമ്പോൾ അവരെന്താ വിചാരിക്കുന്നത്, ആ ഒരു ഒബ്ജക്റ്റ് അവിടെ പോയി. അപ്പൊ അവർക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. 6 മാസം പ്രായമുള്ള കുട്ടിക്കാണ് പറഞ്ഞത്. ഇനി ഐ ആം 1 year old നൗ. അതാരാ വായിക്കുന്നേ? എത്രാമത്തെ പോയിന്റ് വരെയാണ്? I am 1 year old now. I can run. I love to jump, hop, and run in an ample space. I can climb stairs with support. I love to play ball games. I can talk to Mamagon. I love to play with the toys which I can manipulate. I can drink milk, ask for food, and I love to help my mother in her daily chores. I can follow simple instructions of my age. I love to be with the other children. I can express my toilet needs. I am 3 years old. ഓക്കെ മതി.
അപ്പൊ ഒരു 1 year old കുട്ടിയായി വിചാരിക്കും. നമ്മുടെ കുട്ടി 1 year old കുട്ടിയായിട്ട്. അപ്പൊ അവന് റൺ ചെയ്യാനായിട്ട് പറ്റും, ജമ്പ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഹോപ്പ് എന്ന് പറഞ്ഞാൽ കല്ല് ചാടാനായിട്ട് പറ്റും, തൊങ്ങാനായിട്ട് ഒരു കാല് തൊങ്ങാനായിട്ട് പറ്റും. സ്റ്റെയർ കയറാനായിട്ട് നമ്മൾ സ്റ്റെയർ കയറാൻ സപ്പോർട്ടോട് കൂടി സ്റ്റെയർ കയറാൻ പറ്റും. ബോൾ ഗെയിമുകൾ, ബോൾ പാസിങ്, ബോൾ ഗെയിം ഒക്കെ ചെയ്യാൻ പറ്റും. ലവ് ടു ടോക്ക് മാനഗോ, അമ്മനോട് സംസാരിക്കില്ലേ, അമ്മനോട് സംസാരിക്കുന്ന ഭാഷ, അമ്മനോട് അവര് അമ്മയും കുട്ടിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രത്യേക ഭാഷയിലായിരിക്കും, അത് അവർക്ക് സംസാരിക്കാനായിട്ട് അതത് ചെയ്യും. പിന്നെ അവനെ കളിക്കാനായിട്ട് ടോയ്സ്, അവന്റെ രീതിയിൽ അവനത് ടോയ്സ് എടുത്ത് കളിക്കും. പിന്നെ അവന് പാല് കുടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, പിന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അവന്റെ വിചാരത്തിൽ അവൻ അമ്മനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അവൻ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്തു തുടങ്ങും. മേ ബി എന്തെങ്കിലും മെറ്റീരിയൽസ് അമ്മ എടുക്കുന്നത് കാണുമ്പോൾ അത് തന്നെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ അവന്റെ ഏജിനനുസരിച്ചിട്ടുള്ള സിമ്പിൾ ഇൻസ്ട്രക്ഷൻ, ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കേൾക്കാനും അത് മനസ്സിലാക്കാനൊക്കെ തുടങ്ങും. മറ്റു കുട്ടികളോട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി ടോയ്ലറ്റ് നീഡ്, ചിലർക്ക് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർ പറയും നമ്മളോട് ടോയ്ലറ്റിൽ പോകണം. 1 year ഒക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ നമ്മളോട് എന്ത് ചെയ്യും, ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ അത് എക്സ്പ്രസ് ചെയ്യുന്നൊരു എന്താ പറയാ ആ ഒരു രീതിയിൽ അവർ പറഞ്ഞു തരും നമുക്ക്, നമ്മളോട് എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ എത്ര വയസ്സായി, അടുത്ത പോയത് കേട്ടോ, ഐ ആം 3 year old. 7 into 3 years old. I can jump, hop and run. I love to dance at the beat of music. Next വായിക്കണം. അത് ഞാൻ പറഞ്ഞിട്ട് വായിച്ചോട്ടെ. ഒരു 3 years old ആവൂലേ, 3 years old ആയി കഴിയുമ്പോൾ ജമ്പ് ചെയ്യാനും അതേപോലെ തന്നെ ഹോപ്പ് ചെയ്യാനും അതേപോലെ റൺ ചെയ്യാനൊക്കെ ഒറ്റക്കാലത്ത് തൊങ്ങാനൊക്കെ അവർക്ക് പറ്റും. സ്വയം നല്ല ബാലൻസോട് കൂടി ചെയ്യാൻ പറ്റും. 1 minute കേട്ടോ. നോക്കാം കേട്ടോ. അപ്പൊ ഐ ആം 3 year old ആവുമ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പ് ചെയ്യാൻ പറ്റും, അവർക്ക് ഒറ്റക്കാല് തൊങ്ങാനായിട്ട് പറ്റും, റൺ ചെയ്യാൻ പറ്റും, ഡാൻസ് ചെയ്യാൻ പറ്റും. ബീറ്റ്സ് ഓഫ് ദ മ്യൂസിക്കിനനുസരിച്ച്, താളത്തിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു 3 വയസ്സാവുന്ന കുട്ടീനെ മുതല് നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് ഫോം ഒക്കെ പഠിപ്പിക്കാൻ പറ്റും. ചിലപ്പോ ഒരു ആദ്യം ഒക്കെ ചെല്ലുമ്പോൾ മേ ബി അത്ര പെർഫെക്റ്റ് ആയിട്ട് കളിച്ചില്ലെങ്കിൽ പിന്നീട് അവരെന്താണ് ട്രെയിൻ ആവുമ്പോൾ നല്ല രീതിയിൽ അതിനോടൊപ്പം എന്ത് ചെയ്യും, ഇത് ചെയ്തോളും. നമ്മള് ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഐ ഹാൻഡ് കോർഡിനേഷൻ കൂടുതലായിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ് ഇത് ക്ലാസിക്കൽ ഡാൻസ്. ആരെങ്കിലും കളിക്കുന്നവരുണ്ടോ, പഠിച്ചിട്ടുള്ളവരുണ്ടോ? ഇല്ല. ഓക്കെ ആരുമില്ല. ഓക്കെ. അപ്പൊ ക്ലാസിക്കൽ ഡാൻസ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അവർക്ക് ഹൈ ഹാൻഡ് കോർഡിനേഷൻ നല്ല രീതിയിൽ വരുന്ന ഒരു വേറൊരു ഫോം ഇല്ല, വേറൊരു ആക്ടിവിറ്റി ഇല്ല. ഡാൻസ് നല്ലൊരു കാര്യമാണ്. ജമ്പ് പറഞ്ഞല്ലോ, റൺ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അവർക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ആണ് 3 years എന്ന് പറയുന്നത്. 4 yearsലേക്കായി. ഐ ആം 4 year old. രശ്മി വായിച്ചോടാ. രശ്മി കേൾക്കാൻ പറ്റുന്നില്ലേടാ? ഞാൻ പറയുന്ന കേൾക്കാവോ? കേൾക്കാം മിസ്സേ. റേഞ്ച് പോയിട്ടുണ്ടാവും രശ്മിയുടെ. വേറെ ആരെങ്കിലും വായിച്ചോ കേട്ടോ. ഒരു 4 year old ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്താ ചെയ്യാൻ? രശ്മി ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് എന്തോ സോറി. I am 4 years old. I am 4 years old. I can ride a bicycle. I love to ride a tricycle. I can dress and undress, and I love to dress and undress myself. I can identify objects. I love to play with different materials like animals, fruits, vegetables, and explore the texture, size, and shape. I can speak in sentences and express my feelings and needs. I love to scribe and color using crayons. I can take care of my toilet. I love to play with the children of my age. I love to listen to stories of animals. I love to recite rhymes. ഓക്കെ. നമ്മളൊരു 4 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ബൈസൈക്കിള് റൈഡ് ചെയ്യാനായിട്ട് പറ്റും, ട്രൈസൈക്കിള്, 3 ചക്രത്തിന്റെ സൈക്കിളൊക്കെ ഇല്ലേ അതൊക്കെ ചവിട്ടാനായിട്ട് പറ്റും. സ്വയമേ ഡ്രസ് ചെയ്യാനും അൺഡ്രസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഓക്കെ
ഐഡന്റിഫൈ ഒബ്ജക്ട്സ്, ഇന്ന ഒബ്ജക്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് മെറ്റീരിയൽസ് അവർക്ക് വെച്ച് പ്ലേ ചെയ്യാൻ പറ്റും. അനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കാര്യങ്ങളൊക്കെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ടേസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ടേസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിക്കാം. നമ്മൾ ചെറിയ കുട്ടികൾ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ടേസ്റ്റിന് കംപ്ലൈന്റ് ഒന്നും പറയില്ല. പക്ഷെ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ 3-4 വയസ്സൊക്കെ ആകുമ്പോൾ അവർ പറയും ഉപ്പ് കൂടുതലാണ്ട് ഉപ്പ് വേണ്ട, ഇത് വേണമെങ്കിൽ എരിയണം. അങ്ങനെ അവർ ആ സംസാരിച്ച് തുടങ്ങും, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർക്ക് സൈസ് മനസ്സിലാക്കാൻ പറ്റും, ഷേപ്സ് ഐഡന്റിഫൈ ചെയ്യും. ഐ ക്യാൻ സ്പീക്ക് ഇൻ സെന്റൻസ് ആൻഡ് എക്സ്പ്രസ് മൈ ഫീലിംഗ്സ് ആൻഡ് നീഡ്സ്. നമുക്ക് ആ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഫീലിംഗ്സ് കാര്യങ്ങൾ അവർ സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത ഒരു വേർഡ് സെന്റൻസ് പറയും. എന്ന് വെച്ചാല് എന്റെ മോള് 4 വയസ്സ് കഴിഞ്ഞപ്പോ മുതല് സെന്റൻസ് വെച്ച് കണക്ട് ചെയ്ത് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്താ ഈ പണി കാണിച്ചേ, അല്ലെങ്കിൽ അമ്മ എന്താ ഇങ്ങനെ ചെയ്തേ. വലിയ സെന്റൻസ്, വലിയ ആൾക്കാർ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്റെ നിന്നാണ് തോന്നുന്നത്. ഞാൻ പറയുന്നത് കേട്ടിട്ടാണ്. അതേപോലെ തന്നെ അവൾ ഫോം ചെയ്ത് നമ്മളോട് റിപ്പീറ്റ് പറയും. അപ്പൊ ആ ഒരു സെന്റൻസ് പറയും. പിന്നെ എക്സ്പ്രസ് ആർ ഫീലിംഗ്, മൈ ഫീലിംഗ്, അവളുടെ ഫീലിംഗ്, കുട്ടികളുടെ ഫീലിംഗ്സ് നമ്മളോട് എക്സ്പ്രസ് ചെയ്യും. എനിക്ക് വിഷമായിട്ടാ നമ്മളോട് കുട്ടികൾ പറയാറുണ്ട്, എന്തിനാ അങ്ങനെ ചെയ്തേ എന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ട് അവര് ചോദിക്കും, എനിക്ക് വിഷമായിട്ടാ. പിന്നെ അവരുടെ നീഡ്സും കാര്യങ്ങളൊക്കെ നമ്മളോട് അവർ എക്സ്പ്രസ് ചെയ്യും. ഡിമാൻഡ് ചെയ്യും, വിശക്കുന്നു, വിശക്കാണെങ്കിൽ നമ്മളോട് പറയും ആ വിശക്കുന്നു എന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യും. ദെൻ സ്ക്രൈബ് എന്ന് വെച്ചാൽ അവർക്ക് വരയ്ക്കാനൊക്കെ, അവർക്ക് ലവ് ടു സ്ക്രൈബ് നിങ്ങൾക്ക് കുട്ടി വരച്ചിടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഹാൻഡ് മൂവ്മെന്റ് വളരെ നന്നായിട്ട് കളറിങ്ങിലൂടെ നമുക്ക് കുട്ടികൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഹാൻഡ് മൂവ്മെന്റ്, ഐ ഹാൻഡ് കോർഡിനേഷൻ കളറിങ്ങും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്ത് കളർ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് പേപ്പേഴ്സ് കൊടുക്കുക. ആദ്യമൊക്കെ ചിലപ്പോൾ കുട്ടികൾ പാതി കളർ ചെയ്തിട്ട് ആ പേപ്പർ കളർ ചെയ്യും, അല്ലെങ്കിൽ ആ ബുക്ക് അവിടെ വയ്ക്കും. വീണ്ടും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക, വീണ്ടും വീണ്ടും. ദെൻ നെക്സ്റ്റ് നമ്മൾ ആ ഓരോ സ്റ്റേജസ് അനുസരിച്ച് അവരിൽ ആ ഒരു മാറ്റം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആദ്യം ഭയങ്കര മോശമായിട്ട് കളർ ചെയ്യുന്ന കുട്ടിയായിരിക്കും, പിന്നീട് അവനത് ഡെയിലി അല്ലെങ്കിൽ റിപ്പീറ്റിൽ അത് ചെയ്യുന്നതിലൂടെ അവൻ പെർഫെക്റ്റ് ആയിട്ട് കളറിങ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ കുട്ടിയില് ഇപ്പൊ നിങ്ങള് എന്താ പറയാ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ചില കുട്ടികള് നമുക്ക് വേർഡ്സും സെന്റൻസും ഒന്നും പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവരൊട്ടും റെസ്പോൺസ് ചെയ്യുന്നില്ല എന്നൊക്കെ ടീച്ചർമാര് കംപ്ലൈന്റ് പറയും. പഠിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, എന്ത് ചെയ്യണം എന്ന് അറിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കളറിങ് നോക്കാം. കളറിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുട്ടികൾ നല്ല രീതിയിൽ കളർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. കളർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 4 years ഉള്ള കുട്ടിയുടെ കാര്യം ഞാൻ പറയാം. കളറിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് കൊടുത്താൽ മതി. അവരെന്ത് ചെയ്തോളും, ഫ്രണ്ടിലേക്ക് വന്നോളും. ഈ കളറിംഗ് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും കളറിംഗും പെർഫെക്റ്റ് അല്ലെങ്കിൽ നേരത്തെ നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഡെവലപ്മെന്റ് എന്തെങ്കിലും മന്ദഗതിയിലാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും അതിന് വേണ്ട നെസസറി സ്റ്റെപ്സ് എടുക്കാനും പറ്റും. ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ ടോയ്ലറ്റ്. നമുക്ക് കുട്ടികൾ തന്നെ അവര് ടോയ്ലറ്റിൽ പോവുകയും അതിന് എന്താ പറയാ നൈറ്റിലൊക്കെ ടോയ്ലറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ തുടങ്ങും. ഐ ലവ് ടു പ്ലേ വിത്ത് ചിൽഡ്രൻസ് ഓഫ് മൈ ഏജ്. കുട്ടി ആ ഒരു 4 വയസ്സുള്ള കുട്ടിയുടെ സെയിം ഏജിലുള്ള കുട്ടികളോടൊപ്പം കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അനിമൽസിന്റെ ഒക്കെ സ്റ്റോറി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. റൈംസുകൾ റിപ്പീറ്റ്ലി നല്ല രീതിയിൽ റിപ്പീറ്റ്ലി റൈംസ് ഒക്കെ പറയും. കുട്ടികളാണ് അത് പെട്ടെന്ന് ബൈഹാർട്ട് പഠിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് റൈംസ്, ചില കുട്ടികൾ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ റൈംസ് ഒക്കെ പറയും. ചില ഓരോരുത്തരുടെ സ്പെഷ്യാലിറ്റി അനുസരിച്ചിട്ടാണ് കേട്ടോ. ചില കുട്ടികൾ നന്നായിട്ട് റൈംസും കാര്യങ്ങളും പറയും, നല്ല ഈണത്തിലൊക്കെ പാട്ട് പാടും. അത് ഓരോരുത്തരുടെയും കഴിവനുസരിച്ച്. അപ്പൊ ഇത് മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഡിഫറെന്റ് ഏജിലെ ഞാൻ പറഞ്ഞത് 6 months പറഞ്ഞു, 1 year old പറഞ്ഞു, 3 year പറഞ്ഞു, 4 year പറഞ്ഞു. എന്തായാലും ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ നമ്മുടെ കുട്ടികളെ വെച്ച് ഒബ്സർവ് ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ടാകും. മേ ബി എന്നാലും ഒരു എന്താ പറയുക സെയിം, അല്ലെങ്കിൽ ആ ഒരു സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം സീരീസ് ആണ് ഞാനിപ്പോ റീഡ് ചെയ്യുന്നത്. സാധാരണ ഈ ഏജുകളിൽ കുട്ടികൾക്ക് ഈ ഡെവലപ്മെന്റുകളൊക്കെയാണ് സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ഒന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും.
Your portion milestones attributing different stages of development clear ആണോ? Okay. Then നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ? ഡെവലപ്മെന്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് മിസ് ആയിട്ടുണ്ടോ? സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് കിട്ടിയിട്ടില്ലേ? പറയണോട്ടോ, എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾ പറയണേ. ഏതെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ പറയണം. നമുക്ക് ടേം എക്സാമിന് മുമ്പായിട്ട് എല്ലാ മോക്ക് ടെസ്റ്റ് കിട്ടിയോ നിങ്ങൾ അതിനെ ഉറപ്പ് വരുത്തണം കേട്ടോ. ഓക്കെ, ദെൻ ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് പാർട്ട് 4 ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഭയങ്കര ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ പഠിച്ച് എന്താ പറയാ പോയിരിക്കുകയാണ്. അതുകൊണ്ട് പാർട്ട് 4 സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അത് അശ്വതി മിസ് എത്ര ചാപ്റ്റർ എടുത്തു എന്നറിയാവോ പാർട്ട് 4? അറിയോ നിങ്ങക്ക്? ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരിക്കണേ? ഓഫീസ് മാനേജ്മെന്റ് ആണ്. ഓഫീസ് ഡെവലപ്മെന്റ്. അപ്പൊ ഞാൻ എടുക്കുന്നത് അധികം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഗുഡ് മാനേഴ്സ്. നമുക്കറിയാം ഗുഡ് മാനേഴ്സ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മള് ഗുഡ് മാനേഴ്സിനെ കുറിച്ചൊന്ന് ആക്ഷൻ സോങ് ഒന്ന് ചെയ്തിട്ടില്ലാലോ? അല്ല, ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടൊന്നും? ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്കൊരു ആക്ഷൻ സോങ് നന്നായിട്ട് പഠിക്കണം എല്ലാവർക്കും കേട്ടോ. അപ്പൊ ഗുഡ് മാനേഴ്സ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. മാനർ വിത്ത് ഫ്രണ്ട്സ്. നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ എങ്ങനെയൊക്കെയാ മാനേഴ്സ് ഫോളോ ചെയ്യേണ്ടതാണെന്ന് പറയുന്നത്. ആദ്യം മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സ്. നമ്മുടെ ഫ്രണ്ട്സിനോട് എങ്ങനെയാ മാനേഴ്സ് കാണിക്കേണ്ടത്? ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ഇത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് അല്ലേ, ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ പറയാറില്ലേ? ഞങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങൾ പറയുമായിരുന്നു ഈ ഒരു ഡയലോഗ്. ഓക്കെ ഓക്കെ അപ്പോ എ ട്രൂ ഫ്രണ്ട് ഈസ് സമൺ ഹു ഹെൽപ് വെൻ യു നീഡ് ഇറ്റ്. ആ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നുള്ളതിന്റെ മീനിങ് ആണ് എ ട്രൂ ഫ്രണ്ട്. ഒരു യഥാർത്ഥ കൂട്ടുകാരൻ നമ്മൾ ഏതൊരു സിറ്റുവേഷനും നമ്മളെ ഒരിക്കലും അവോയ്ഡ് ചെയ്യാത്ത നമ്മുടെ ഒപ്പം ഉണ്ടാകുന്ന ആ ഒരു ഫ്രണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയും അല്ലെ? ആ ഫ്രണ്ട് നമുക്ക് ഏതൊരു സിറ്റുവേഷൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രമായിരിക്കില്ല അവർ നമ്മളുടെ ഒപ്പം ഉണ്ടാവുക. ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നമ്മളുടെ ഒപ്പം അവർ നിൽക്കും. അതാണ് എ ട്രൂ ഫ്രണ്ട് ഈസ് സംവൺ ഹു ഹെൽപ് വെൻ യു need it. A true friend is someone who helps when you need it. Maybe നമുക്ക് പറയണമെങ്കിൽ ചിലപ്പോൾ നമ്മളെപ്പോഴാണോ ആ ഒരു ഹെൽപ്പ് വേണ്ട ആ സമയത്ത് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ആളായിരിക്കും നമ്മൾ ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ ആ കുട്ടീനെ. പക്ഷെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് അവളുടെ നമുക്ക് സഹായം കിട്ടിയില്ല. ബട്ട് മറ്റൊരു വ്യക്തിയിലൂടെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? ആ സഹായം കിട്ടുന്നത്. അപ്പോ അതാണ് നമ്മുടെ ഗുഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ എന്താ പറയാ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത്. അതെല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ ഫാക്ടർ ആണ്.
നമുക്ക് എല്ലാ റിലേഷൻഷിപ്പും ഉണ്ട്. നമ്മളുടെ ബ്ലഡ് റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ ബ്ലഡ് ആയിട്ട് കണക്റ്റഡ് ആണ്. അല്ലാതെ നമുക്കൊരു എന്താ പറയുക ബ്ലഡ് റിലേഷൻ അല്ലാതെ വരുന്നത് നമുക്ക് ഫ്രണ്ട്സ് മാത്രമാണ്. മേ ബി ആ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു വ്യക്തിയുടെ ലൈഫിലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളത് നല്ലതാണ്. ഏതൊരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി സിറ്റുവേഷനിൽ ചെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വിഷമമുണ്ടെങ്കിൽ വിളിച്ച് പറയാനും, അല്ലെങ്കിൽ ആ ഫ്രണ്ടിന്റെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ട സിറ്റുവേഷൻ വരാണെങ്കിൽ നമ്മളോടും കൂടി ചോദിച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ അവളുടെ ലൈഫിൽ നമ്മൾ എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്കത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫ്രണ്ട് എന്ന് പറഞ്ഞാല് ബെസ്റ്റ് ഫ്രണ്ട് ഈസ് നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപകരിക്കുന്നവരാവണം ഫ്രണ്ട്. അല്ലാതെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളോടൊപ്പം എൻജോയ് ചെയ്ത് ക്ലാസ്സും കട്ട് ചെയ്തൊക്കെ കറങ്ങിയൊക്കെ നടക്കും. പക്ഷേ അവരാരും നമ്മളുടെ എന്തുണ്ടാവില്ല കൂടെ നമ്മളെ ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുണ്ടാവില്ല. നമ്മളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഫ്രണ്ടിനെയാണ് നമ്മൾ ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും ചെയ്യും ആർക്കില്ലാന്ന് തോന്നുന്നു ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പോഴൊക്കെ ഞാൻ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾ എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ആലോചിച്ചോ? ജസ്റ്റ് എത്ര നാളായിട്ട് നമുക്ക് ഫോൺ ചെയ്തിട്ട്, നമുക്ക് കുറെ നാളെ കിട്ടുണ്ടാവില്ലേ ഫോൺ ചെയ്തിട്ടൊക്കെ. ജസ്റ്റ് ഒന്ന് ഇന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്ത് സംസാരിച്ചു നോക്കുക ബെസ്റ്റ് ഫ്രണ്ടിനോട്. ചുമ്മാ വെറുതെ കുറെ നാളായില്ലേ വിളിച്ചിട്ട്, ഞാൻ പെട്ടെന്ന് ഇന്ന് ആലോചിച്ച് വിളിച്ചതാന്ന് പറഞ്ഞു സംസാരിച്ചു. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവും എന്ത് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഈ നമ്മളുടെ ഏജ്, നമ്മളുടെ കുട്ടികളുടെ ഏജ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവര് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമാണ് ഇത് ഈ പ്രീ സ്കൂൾ ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഗുഡ് ഫ്രണ്ട് ഈസ് മസ്റ്റ് ഫോർ എവരിബഡി. എല്ലാവർക്കും ആര് വേണത്? ഗുഡ് ഫ്രണ്ട് വേണം, നല്ലൊരു സുഹൃത്ത് വേണം. സോ വി ഹാവ് എ ഗുഡ് ഫ്രണ്ട് ആൻഡ് മെയിൻറ്റെയിൻ ദ ഫ്രണ്ട്ഷിപ്പ് ഈവൻ വിത്ത് ആൻ എംപത്തറ്റിക് മൈൻഡ്. ഒരു അനുകമ്പയോടുകൂടിയുള്ള ഒരു മനസ്സോടുകൂടി വേണം നമ്മൾ അവരെ എന്ത് ചെയ്യാൻ, ട്രീറ്റ് ചെയ്യാൻ. അല്ലാതെ നമ്മളെപ്പോഴും അവരെ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ ഫ്രണ്ടാണ് മറ്റൊരാളോട് സംസാരിക്കാൻ പാടില്ല, മറ്റൊരാളോട് സംസാരിക്കരുത്, അല്ലെങ്കിൽ അവരോടൊപ്പം പുറത്തു പോകാൻ പാടില്ല, അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആവാൻ പാടില്ല. പക്ഷെ ഒരു എംപത്തറ്റിക് മൈൻഡോട് കൂടി ആയിരിക്കും നമ്മൾ ഫ്രണ്ട്സിനെ ഹാൻഡിൽ ചെയ്യാൻ. ടീച്ചേഴ്സ് ഷുഡ് അസർട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. നമ്മളെ ടീച്ചേഴ്സ്, നിങ്ങൾ ഓരോരുത്തരുമാണ് കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു കാര്യങ്ങൾ, ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു വാല്യൂ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആരാണ്? നമ്മൾ ഓരോരുത്തരാണ് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ടീച്ചേഴ്സ് ഷുഡ് അസർട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഗീവ് സം ഇൻസ്ട്രക്ഷൻ on how to maintain friendship through manners. അതേപോലെ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കണം. കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. മേ ബി അവർ വഴക്കൊക്കെ പിടിക്കും, അല്ലെങ്കിൽ കുട്ടികൾ വഴക്കൊക്കെ പിടിക്കും, അത് ഏജിനനുസരിച്ച് കുറുമ്പൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അത് പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കാതെ സോൾവ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമ്മളെ ടീച്ചേഴ്സിനുണ്ട്. സോ ഇതിൽ ചെറിയ പ്രശ്നമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കണം. എന്നാണ് മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സ്. ഇനി അടുത്ത ഗുഡ് മാനേഴ്സ് പറയുന്നത് ബാത്റൂം മാനേഴ്സ് ആണ്. നമ്മള് ബാത്റൂമിൽ കുറച്ച് മാനേഴ്സ് ഫോളോ ചെയ്യേണ്ടത്. എല്ലാവരും ബാത്റൂം മാനേഴ്സ്, എല്ലാ കുട്ടികളും ബാത്റൂം മാനേഴ്സ് ഫോളോ ചെയ്യേണ്ടതാണ്. While taking a bath, how to behave is must every day. Using other soap and towel. അപ്പോ നമ്മള് എങ്ങനെയാണ് ബാത്ത് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം? മറ്റുള്ളവരുടെ സോപ്പോ ടവലോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരുടെ സോപ്പും ടവലും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എന്നിട്ട് ഡിപ്പ് ദ ഇയർ നാക്കാട്ടത്. ഡിപ്പ് ഇയർ ആർ ബാഗ്സ് എന്ന് വെച്ചാൽ നമ്മൾ ചെവി വെള്ളത്തിലൊക്കെ മുക്കി പിടിക്കുന്നത് വളരെ എന്താണ് മോശമായിട്ടുള്ള കാര്യമാണ്. വെള്ളം ചെവിയിൽ പോകരുത്. കാറ്റോഗ്രഫി ഓൺ ദ വോൾ, നമ്മള് വോളിലൊക്കെ ഇങ്ങനെ എഴുതിയിടില്ലേ, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ചില നമ്മൾ എന്താ പറയുക സ്കൂളുകളിലൊക്കെ ടോയ്ലറ്റിലാന്ന് തോന്നുന്നുണ്ട് കൂടുതലായിട്ട് വോൾസിലൊക്കെ വോൾ പിക്ചർ അതേപോലെ പേരുകൾ എഴുതിയിടും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ചെയ്യില്ല തോന്നുന്നു. പണ്ടൊക്കെ 90s ചെയ്യുമെന്ന് തോന്നുന്നു. ഉണ്ടോ നിങ്ങളൊക്കെ 90s? ആരെങ്കിലും ഉണ്ടോ 90s? ആരുമില്ല അല്ലെ? വോളിലൊന്നും പേരൊന്നും എഴുതില്ല, ബാത്റൂമിലൊന്നും പേര് എഴുതിയില്ല, പടമൊന്നും വരച്ചിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ്. അപ്പോ ഞങ്ങക്ക് ബാത്റൂമിൽ എന്ന് വെച്ചാല് ഞങ്ങള് എല്ലാവരുടെയും പേരും പടവും ഒക്കെ വരച്ചിട്ടുണ്ടാവും. മേ ബി പെൺകുട്ടികൾ അങ്ങനെ ആവണമെന്നില്ല,
അത് ചെയ്യുന്നത്. എന്നിട്ട് ഒരു പ്രാവശ്യം നല്ല രീതിയിൽ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരാണ് വരച്ചിരുന്നതെന്ന് പ്രിൻസിപ്പാൾ കണ്ടെത്തി അതിനനുസരിച്ച് നല്ല നടപടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കാരണവശാലും ഈ കാറ്റഗറി അതേപോലെ വോൾ പിക്ചർ അതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ്. കാറ്റഗറി ഓൺ വോൾ, ഡ്രോയിങ് ദി പിക്ചേഴ്സ് ഓൺ ബാത്റൂം ഡോറിന്റെ പുറകിലെ പിക്ചർ വരയ്ക്കാം, അതൊന്നും പാടില്ല. പുട്ടിങ് വേസ്റ്റ് ആർ ടു ബാഡ്, നമ്മൾ ആ വേസ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ പുട്ട് ചെയ്യണം. നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലേക്ക് എന്ത് ചെയ്യുക, ടീച്ച് ചെയ്ത് കൊടുക്കുക. ബാത്റൂമിൽ വേസ്റ്റ് ഇടാനാണ് വേസ്റ്റ് ബിൻ ഉള്ളത്, അതിലാണ് നമ്മൾ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സോ കറക്റ്റ് ദി സ്റ്റുഡൻസ് ആൻഡ് ഗീവ് റൈറ്റ് ഇൻസ്ട്രക്ഷൻ വൈൽ ദേ ആർ ഗോയിങ് ടു ബാത്റൂം ആൻഡ് ടോയ്ലറ്റ്. നമ്മൾ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഒരു ബാത്റൂമിലും ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുക്കുക. ഫസ്റ്റ് ഡേക്ക് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ അതിന്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. കുട്ടികൾ കുറച്ചും കൂടി പെൺകുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് പാഡൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത്, അതെവിടെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവില്ല. സോ അത് നമുക്ക് അവരോട് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത പക്ഷം അവർക്ക് ഇൻഫെക്ഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഗീവ് സ്ട്രിക്റ്റ് കമാൻഡ് വെൻ യു സെൻഡ് ദ സ്റ്റുഡൻറ് ഫോർ ഇന്റർവെല്ലിന് വിടുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു വരാനുള്ള ടൈമാണ് ഏത് ഇന്റർവെൽ എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. എത്രയും പെട്ടെന്ന് പോയി വരണം എന്ന് പറയണം. ഗോ വൺ ബൈ വൺ, ഗോ സൈലന്റ്ലി, ഡു നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഓരോരുത്തരായിട്ടാണ് പോകേണ്ടത്. കൂടി പോകാൻ പാടില്ല. സൈലന്റ് ആയിട്ട് വേണം ബാത്റൂമിൽ പോകാനായിട്ട്. ദെൻ എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാനൊന്നും പാടില്ല ബാത്റൂമിൽ. ഡു നോട്ട് പുൾ ഓർ പുഷ് അതേഴ്സ്, ഒരാളെ പുൾ ചെയ്യാനോ പുഷ് ചെയ്യാനോ പാടില്ല. ഫോർ എനഫ് വാട്ടർ, നല്ല ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ബാത്റൂമിൽ പോയതിനു ശേഷം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഹാൻഡ് വാഷ് ചെയ്യണം. ഹാൻഡ്സും ഫീറ്റും നല്ല രീതിയിൽ വാഷ് ചെയ്യണം. ഡു നോട്ട് ഡ്രിങ്ക് ദ വാട്ടർ ഇൻ ബാത്റൂം, ബാത്റൂമിൽ വെള്ളം ഒരു കാരണവശാലും കുടിക്കാനായിട്ട് പാടില്ല. പുട്ട് ദ ഡൈപ്പേഴ്സ് അറ്റ് ദ റൈറ്റ് പ്ലേസ്, നമ്മൾ ഡൈപ്പർ പ്ലേസ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ടാവും, വേസ്റ്റ് ബിൻ ഉണ്ടാവും. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, വേസ്റ്റ് ഇടണം. 1 മിനിറ്റ് കേട്ടോ. Put the diaper at right place. Use the toilet properly. നമ്മൾ ഡൈപ്പേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇടണം. ടോയ്ലറ്റിൽ പ്രോപ്പർലി നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ സിപ്പ് ഇടാനായിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ കുട്ടികളോട്, ആൺകുട്ടികളാണ് അവർക്ക് കറക്റ്റ് ആയിട്ട് സിപ്പ് ഒന്നും ഇടാനായിട്ട് പറ്റില്ല. ചെറിയ കുട്ടികളല്ലേ, ചിലപ്പോൾ പാൻറ്റേക്ക് സിപ്പ് ഇടുമ്പോൾ അറിയാതെ, അപ്പോ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് സിപ്പ് ഇടാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം കെയർഫുള്ളി. നമ്മൾ മോണ്ടിസോറി ഒരു മെറ്റീരിയൽ ഉണ്ട്, സിപ്പ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ട്, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ സിപ്പൊക്കെ കുത്തിക്ക് ഹാൻഡ് ചെയ്യാനായിട്ട് പറ്റും. To above instruction, definitely guide the students in the right way. നമ്മൾ ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് വാണിംഗ് പോലെ പറഞ്ഞു കൊടുക്കരുത്. അവരോട് നിന്ന് അവരുടെ ഫ്രണ്ട് ആയിട്ട് നിന്നിട്ട് വേണം നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ. ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ലി മാനറിൽ വേണം നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ. ഇൻ ദിസ് വേ ദേ ക്യാൻ ഗെറ്റ് ഗുഡ് ബാത്റൂം ബിഹേവിയർ. ഇതുവഴി നമുക്ക് കുട്ടികളെ നല്ലൊരു ബാത്റൂം ബിഹേവിയർ ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോ നമ്മൾ ഇന്നെടുത്തത് ലാസ്റ്റ് എടുത്ത പോർഷൻ ഗുഡ് മാനേഴ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അത് 2 കാര്യങ്ങളാണ് ഞാൻ എടുത്തത്. മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സും ബാത്റൂം മാനേഴ്സും എടുത്തത്. കുട്ടികളെ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആയിട്ട് എങ്ങനെ മാനേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, കുട്ടികളെ ഫ്രണ്ട്സിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഒരു കുട്ടിയുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടന്റ് ആണ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഫ്രണ്ട് എന്നുള്ളത്. നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലേ മുതലേ അവർക്ക് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമ്മൾ ടീച്ചേഴ്സ് ആണ് ആ ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യേണ്ടത്. കാരണം ചെറുപ്പത്തിലെ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ കുട്ടികൾ തമ്മിൽ ഉണ്ടാവും, ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ നമ്മൾ പാരന്റ്സ് കൂടെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. അതൊരു കാരണവശാലും അലോ ചെയ്യാതെ നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടി നല്ല കുട്ടികളായിട്ട് വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനുണ്ട്. ദെൻ ബാത്റൂം മാനേഴ്സ് വയൽ ടേക്കിംഗ് എ ബാത്ത്, നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ എങ്ങനെ പെരുമാറണം, ബാത്ത് ചെയ്യുമ്പോൾ എങ്ങനെ പെരുമാറണം. അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും ചെവി ഒരുപാട് നേരം വെള്ളത്തിലിടുന്ന രീതിയിൽ ചെവി ഒന്നും മുക്കി പിടിക്കാൻ പാടില്ല. അതേപോലെ ഡോറില് ഫോട്ടോഗ്രാഫി, വാൾ പിക്ചേഴ്സ് കാര്യങ്ങളൊന്നും വരയ്ക്കാൻ പാടില്ല. കാരണം ഓൾറെഡി ചിലപ്പോ വോളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയാ, ഡസ്റ്റ്
കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡസ്റ്റ് മാത്രമല്ല അടുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എപ്പോഴും ബാത്റൂം വോളൊന്നും ക്ലീൻ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ വേണ്ടെന്ന് പറയണം കുട്ടികളോട്. ക്ലീൻ ചെയ്യുന്നില്ല, നമ്മൾ സ്കൂൾ ബാത്റൂമൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പിക്ചേഴ്സ് ഒന്നും ഡോറില് ബാത്റൂം ഡോറിലും ബാത്റൂമിലും വോളിലൊന്നും വരയ്ക്കരുത്. അതേപോലെ തന്നെ പുട്ടിങ് വേസ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം വേസ്റ്റ് പുട്ട് ചെയ്യാൻ. അതേപോലെ സ്റ്റുഡൻസിന് കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ, എങ്ങനെയാ ബാത്റൂമിൽ പോകേണ്ടത്, ടോയ്ലറ്റിലും ബാത്റൂമിലും എന്തെല്ലാം മാനേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. പിന്നെ അവർക്ക് ഇന്റർവെൽ ടൈമിൽ എങ്ങനെയത് കമാൻഡ് കറക്റ്റ് 5 minutes ആണ് ഇന്റർവ്യൂ, കറക്റ്റ് ടൈമിൽ പോയി വരണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞു കൊടുക്കണം. ഗോ 1 by 1, ഓരോരുത്തരും ഒരുമിച്ചുകൊണ്ട് പോകരുത്, കൂട്ടായിട്ട് പോകരുത്. അല്ല ക്യൂ ആയിട്ട് പോവാണെങ്കിൽ ടൈമിൽ എഫക്റ്റീവ്ലി അവർക്കത് പോയി വരാനായിട്ട് പറ്റും. അപ്പോൾ സൈലന്റ്ലി ആയിട്ട് പോകണം, വരച്ചൊന്നും ഇടാൻ പാടില്ല, ഒരു പുള്ളോ പുഷോ ചെയ്യാൻ പാടില്ല, കറക്റ്റ് ആയിട്ട് വെള്ളം ഒഴിക്കണം. പിന്നെ ഹാൻഡ് വാഷ്, ബാത്റൂമിൽ പോയതിനു ശേഷം ഹാൻഡ് ഫീറ്റ് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. അതേപോലെ ബാത്റൂമിൽ നിന്ന് വാട്ടേഴ്സ് കുടിക്കാനായിട്ട് പാടില്ല, ഡൈപ്പേഴ്സ് ഒക്കെ കറക്റ്റ് പ്ലേസിൽ ഇടണം, ടോയ്ലറ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ കുട്ടികൾ സിബൊക്കെ എങ്ങനെയാണ് പ്രോപ്പർലി സിബൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഇടണം. പിന്നെ എന്താണ് കൂടുതലായിട്ട് റൈറ്റ് വേയിൽ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കണം. അവരെ വാണിംഗ് പോലെ അല്ല പറഞ്ഞു കൊടുക്കണ്ടേ, ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനേഴ്സിൽ നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതൊന്ന് റീഡ് ചെയ്യോ 2 പോയിന്റ്സ്, മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സും ബാത്റൂം മാനേഴ്സും. മാം രശ്മി എന്താണ് മാം മോക്ക് ടെസ്റ്റേ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റും സോഷ്യോ ഇമോഷൻ ഡെവലപ്മെന്റും തന്നിട്ടില്ല. ടെസ്റ്റ് ലിസ്റ്റില് ഇല്ല. ഞാൻ എഴുതിയെടുത്തേ കേട്ടോ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഓക്കെ കേട്ടാ, ഞാനത് കേൾക്കാട്ടാ. അതെന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ചോദിക്കാട്ടോ. ഓക്കെ മാം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സില് ബീറ്റ്സിന്റെ ആക്ടിവിറ്റി പറഞ്ഞുതരാന്ന് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞു. എന്തിനാണ് ബീറ്റ്സ് ബീറ്റ്സിന്റെ ആക്ടിവിറ്റി. ഓക്കേടാ, ഞാൻ ഷോ ചെയ്യാട്ടോ. മിസ് ജിഷ മാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ബീഡ്സിന്റെ മെറ്റീരിയലാണ് കാണുന്നത് കേട്ടോ. നിങ്ങള് ഫസ്റ്റ് അതൊരു സ്ട്രിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 1 1 2 1 2 3. അതേപോലെ നമ്മൾ ബീഡ്സ് 10 സെറ്റ് ഇൻഡിവിജ്വലി ഓരോന്നിന്റെ 10 സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കൗണ്ടിങ് കുട്ടികളെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. അതേപോലെ ഇതിലൊരു കൺസെപ്റ്റ് അബാക്കസിന്റെ ആ കൺസെപ്റ്റും കൂടി വരുന്നുണ്ട്. എന്നാലും ഇത് പീസ് സ്റ്റെയർ എന്ന് പറയും. ഒരു വുഡൻ പീസ് ആണ്, പിന്നെ ഒരു സ്റ്റെയർ കൺസെപ്റ്റ് ആണ് വരുന്നത്. നമുക്കത് ഒരുമിച്ച് ചെയ്യാം. മേ ബി അത്യാവശ്യം നൂലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ഈ ഒരു ബീറ്റ് സ്റ്റെയർ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു മെറ്റീരിയൽ അല്ലേ പറഞ്ഞത്, ഇത് 1 മുതൽ 10 വരെയുള്ള ബീറ്റ്സിന്റെ 10 ഇൻഡിവിജ്വൽ സെറ്റ്സുകൾ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. കുട്ടികൾ നിങ്ങൾ പ്രാക്ടിക്കൽസിനൊക്കെ പോകുമ്പോൾ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാനൊക്കെ പറ്റും. വരയ്ക്കുന്നതല്ലാത്ത ബീഡ്സ് ആയിട്ട് തന്നെ നല്ലൊരു കളറില് ആ ബീഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ബീഡ്സ് വാങ്ങിച്ചിട്ട് സ്ട്രിങ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടേതായ കൺവീനിയൻസ് അനുസരിച്ച് അത് ചെയ്യാം കേട്ടോ. ചെയ്തിട്ടുണ്ടോന്ന് നോക്കൂ. അത് ഇതുപോലെ കാർഡ്ബോർഡിലാ ചെയ്തേക്കുന്നത്. ആണോ, നോക്കട്ടെ. ഓക്കെ, നന്നായിട്ടുണ്ടല്ലോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണോ കേട്ടോ, ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഇട്ടോടത്തേക്ക്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഡിഫറെന്റ് കളേഴ്സ് ആണ്, കുഴപ്പമില്ല. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. സ്റ്റെയർ അല്ലേ 10 വരെ ഉണ്ടല്ലോ ബീറ്റ്സ്.
Yes, ma'am. ബാക്കിയുള്ളവർ കൂടി ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്യാം. ഓക്കെ, ദെൻ ഒരു ഗുഡ് മാനേഴ്സ് റിലേറ്റ് ചെയ്യുന്നൊരു ആക്ഷൻ സോങ്ങും എന്ത് ചെയ്യാൻ പ്രസന്റ് ചെയ്യണം കേട്ടോ. ഗുഡ് മാനേഴ്സിൽ എന്തെല്ലാം വരും? വാഷ് യുവർ ഹാൻഡ്സ്, ഒത്തിരി ആക്ഷൻ സോങ്സ് നമുക്ക് കിട്ടും. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു ആക്ഷൻ സോങ് ആണ്. ക്യാമറ ഓൺ ചെയ്ത് ആക്ഷൻ പോലെ തന്നെ ചെയ്യണം. നമ്മൾ കുട്ടികളെ ക്ലാസ്സിൽ എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. കുട്ടികളെ വെൽക്കം ചെയ്യണം, നമുക്ക് ഇന്നൊരു ആക്ഷൻ സോങ് പഠിച്ചാലോ എന്നൊക്കെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ആക്ഷൻ സോങ് ഡെലിവർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? Okay, ma'am. ഓക്കെ, അപ്പോ ബാക്കി റീഡ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ഞാൻ കൊടുത്തേക്കാട്ടാ. അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മിസ്സേ. പറഞ്ഞോടാ. We have come to the end of today's class. This class, ma'am taught about the role of teachers and parents and milestone development, and start a new lesson, good manners. Thank you for the informative class. A special thanks to our teacher for spending valuable time with us in today's class. Thank you for all. Thank you, Miss. Thank you all.